അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ദിക്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ദിക്റ് മൂലം എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്ത്, അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന സമയത്ത്, ബുദ്ധിമുട്ടുന്ന സമയത്ത് എല്ലാം ഈ ഒരു ദിക്റിനെ ഞാൻ ചൊല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ദിക്റിനെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരുപാട് ഉപകാരപ്പെടുന്ന, നമ്മുടെ പ്രയാസങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്ന ഒരു ദിക്റാണ്. നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വിഷമങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നീങ്ങിപ്പോകുന്നതാണ്. നമുക്കെന്ത് പ്രയാസമാണ്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടക്കാതിരിക്കുന്ന എന്ത് ആഗ്രഹമാണോ അതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ദിക്റിനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ ശ്രമിക്കുക. ഇന്ന് ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ കൊണ്ടും അനുഭവിക്കുന്നവരാണ്. അത് കടം കൊണ്ടായാലും, പണത്തിൻ്റെ ബുദ്ധിമുട്ടായാലും, സാമ്പത്തികമായ പ്രശ്നങ്ങളായാലും, അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ടായാലും, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള വിഷമങ്ങളും ഇടങ്ങേറുകളുമാണ്. ആ ഒരു പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തളരാതെ ആത്മാർത്ഥമായി അള്ളാഹുവിൽ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തആല നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ജീവിതത്തിൽ നിന്ന് നീക്കിത്തരട്ടെ. ആമീൻ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ പണമുണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ കടം കൊണ്ട് മനസ്സ് തളരുന്ന അവസ്ഥകൾ, ജോലി, ബിസിനസ്, വരുമാനം എല്ലാം ഒരേ സമയം നമ്മളെ പ്രയാസപ്പെടുത്തുന്നതായി നമുക്ക് തോന്നാറുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത മനസ്സിൽ ഒരു വേദനയായി കൊണ്ട് നടക്കുന്ന അവസ്ഥകൾ, നമ്മൾ പല ആളുകളും പുറത്ത് ചിരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ കൊണ്ട് നടക്കുന്നവരാണ്. നമ്മളിൽ പല ആളുകളും അവരുടെ പ്രയാസങ്ങളൊന്നും അവർ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാറില്ല, പങ്കുവെക്കാറില്ല. നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും നമ്മൾ തേടാറുണ്ട് അല്ലേ. ചില ആളുകൾ ഒരു പണത്തിൻ്റെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ പല ആളുകളോടും നമ്മൾ കടം ചോദിക്കാറുണ്ട്. ആ ഒരു ബാധ്യത നമുക്ക് നമ്മുടെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് അല്ലേ സഹായം ചോദിക്കാറുണ്ട്. പക്ഷെ അതൊന്നും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. അവസാനം നമ്മൾ ആലോചിക്കും, അള്ളാഹുവിനല്ലാതെ നമ്മളെ രക്ഷിക്കാനാവില്ല എന്നുള്ളത്. ആ റബ്ബിലേക്ക് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറയാനായിട്ട് തുടങ്ങും. നമ്മൾ ദുആ ചെയ്യും, നമ്മുടെ പ്രയാസങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് നീങ്ങി പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു ദിക്റ് നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ നീങ്ങിപ്പോകുന്നതാണ്. ഏതാണ്? ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ഒരു ദിക്റിനെ നമ്മൾ സുബ്ഹിയുടെ സമയത്ത് സുബ്ഹി നമസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം നമ്മുടെ ആ ഒരു വിരിപ്പിലിരുന്ന് കൊണ്ട് തന്നെ നമ്മൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്, ആ ഒരു പ്രയാസത്തിനും ആ ഒരു ബുദ്ധിമുട്ടിനും ഒരു പരിഹാരം പടച്ച റബ്ബ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു തരുന്നതാണ്. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ അല്ലാഹു തആല നീക്കിത്തരട്ടെ. ആമീൻ. ഈ ഒരു അറിവിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.